എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കാം. വെളിപ്പാട് പുസ്തക പഠനത്തിൽ 20-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവ് രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വന്ന് ഹർമഗദോൻ യുദ്ധം നമ്മൾ കണ്ടു. ഭൂമിയിലെ സകല രാജാക്കന്മാരും സഹസ്രാധിപന്മാരും നേതാക്കന്മാരും കർത്താവിനെതിരെ ഒന്നിച്ച് ഹർമഗദോനിൽ കൂടുന്നു. അവിടെ വെച്ച് കർത്താവ് അവരെയൊക്കെയും തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സകല അധികാരവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പാദപീഠത്തിൽ എത്തുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കാണുവാൻ കഴിഞ്ഞു. ഈ ലോകത്തിലെ സകല ജാതികളെയും ജാതീയ രാജാക്കന്മാരെയും നേതൃത്വങ്ങളെയും ഗവൺമെന്റുകളെയും എല്ലാം ഒന്നിച്ച് ദൈവത്തിനെതിരെ കൊണ്ടുവന്ന മൃഗത്തെയും കള്ളപ്രവാചകനെയും തോൽപ്പിച്ച് ജീവനോട് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിക്കളഞ്ഞുവെന്ന് 19-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കുന്നു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ദൈവത്തിനെതിരെ നിൽക്കുവാൻ തക്കവണ്ണം, ദൈവിക അധികാരത്തെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ആരും ഒരു നേതൃത്വവും ഇല്ല. എല്ലാ പൊളിറ്റിക്കൽ കിങ്ഡംസും ഇല്ലാതായി ഈ ഹർമഗദോൻ യുദ്ധത്തോടു കൂടി തന്നെ. അതിന്റെ അർത്ഥം ഈ ഭൂമിയിൽ മനുഷ്യരില്ലെന്നുള്ളതല്ല. അതിന്റെ അർത്ഥം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ യുദ്ധത്തിന് എല്ലാ മനുഷ്യരും വരത്തില്ല. കുറച്ചു പേരൊക്കെ നാട്ടിലെ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിലും ഒക്കെ കാണും, അല്ലേ? എല്ലാവരും യുദ്ധത്തിന് കൂടണമെന്നില്ലല്ലോ. അങ്ങനെയുള്ള കുറെ പേര് ഭൂമിയിൽ അപ്പോൾ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സകല നേതൃത്വം, പൊളിറ്റിക്കൽ, ഇക്കോണമിക് കിങ്ഡംസ് എല്ലാം തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നതായിട്ടാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ 20-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 20-ാം അധ്യായത്തെ 3 രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരായിട്ടുണ്ട്. 3 ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട് 20-ാം അധ്യായം 3 വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുന്നവർ. ഒന്ന്, എമിലേനിയൽസ് അല്ലെങ്കിൽ അമിലേനിയൽ വ്യൂ എന്ന് പറയും. അമിലേനിയൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മിലേനിയൽ വ്യൂ എന്ന് പറഞ്ഞാൽ മിലേനിയം എന്നുള്ളതൊന്നില്ല, അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച എന്നുള്ളതൊന്നുമില്ല. അത് സിംബോളിക്ക് മാത്രമാണ്. അത് ഒരു ചിത്രപരമായ, അല്ലെങ്കിൽ എന്താ, അത് ലിറ്ററലായിട്ട് യഥാർത്ഥമായിട്ട് ഒരു 1000 ആണ്ട് വാഴ്ച ഉണ്ടാകത്തില്ല. അവർ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴേ സാത്താനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്, സാത്താൻ ഇപ്പോൾ ബന്ധനത്തിലാണ് എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, ഈ അമിലേനിയൽ വ്യൂ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ വരും. ഒന്ന്, മിലേനിയം ഇല്ലെന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ ഉടനീളം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവിനോടുകൂടെ വാഴുന്നതിനെ കുറിച്ചും കർത്താവ് ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവവചനങ്ങൾ പിന്നെ എവിടെയാണ് നിവൃത്തിയാകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകും. രണ്ടാമത്തേത്, അവർ പഠിപ്പിക്കുന്നത് പിശാച് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ പിശാചിനെ ഓൾറെഡി ബന്ധിച്ചിരിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ കാണുന്ന ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? ആരാണ് പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അങ്ങനെ ഒരു വലിയ ചോദ്യം ഉണ്ടാകും. ഒരിക്കലും നമുക്ക് പറയാനൊക്കത്തില്ല രാജ്യങ്ങളും തമ്മിൽ എതിരിടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങൾ നടത്തുന്നത്, ഈ ഭൂമിയിലുള്ള ഈ അരക്ഷിതാവസ്ഥ, അല്ലെങ്കിൽ ഈ ദുഷ്ടത, അല്ലെങ്കിൽ ഈ പക, ഇതെല്ലാം മനുഷ്യന്റെ ജഡത്തിൽ നിന്ന് വരുന്നതാണെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇതിന്റെ പിന്നിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ലേഖനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോ അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ദൈവവചനത്തിൽ പലയിടങ്ങളിൽ, തിരുവെഴുത്തുകളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും, പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ പിശാചിനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അമിലേനിയൽ വ്യൂ നമുക്ക് നമ്മുടെ സ്വന്തം റീസണിങ്ങിലാണെങ്കിൽ തന്നെയും, നമ്മുടെ കാര്യകാരണ സഹിതം നമ്മളതിനെ പഠിക്കാൻ ശ്രമിച്ചാലും ശരി, നമുക്ക് അംഗീകരിക്കുവാൻ പറ്റുന്ന വ്യൂ അല്ല. രണ്ടാമത്തെ വ്യൂ എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് മിലേനിയൽ വ്യൂ. ഈ പോസ്റ്റ് മിലേനിയൽ വ്യൂവിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1000 ആണ്ട് കഴിഞ്ഞേ കർത്താവ് വരത്തുള്ളെന്നാണ് അവർ വിശ്വസിക്കുന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് 1000 ആണ്ടിന് മുമ്പല്ല, 1000 ആണ്ടിന് ശേഷമാണ്. പിന്നെ ഈ 1000 ആണ്ട് എന്താണെന്ന് അറിയാമോ? അവർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ചർച്ച് ഏജിനെയാണ് അവർ 1000 ആണ്ടായിട്ട് കണക്ക് കൂട്ടുന്നത്. അതായത് പെന്തിക്കോസ്തി നാൾ മുതൽ ഇങ്ങോട്ട് ദൈവസഭ എടുക്കപ്പെടുന്നത് വരെയുള്ള സമയമാണ് അവർ 1000 ആണ്ടായിട്ട് കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ
പഠിപ്പിക്കപ്രകാരം ഇപ്പോൾ നമ്മൾ 1000 ആണ്ട് വാഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. അവരും പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ പിശാച് ബന്ധിച്ചിരിക്കുന്നു, പിശാചിനെ ബന്ധിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ പിശാചിനെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, ഈ വ്യൂ വിശ്വസിക്കുന്ന വളരെ പ്രമുഖരായിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അഗസ്റ്റിനെ പോലുള്ളവര്, അവർ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത്, അവർ ഫോളോ ചെയ്തിരുന്നത് ഈ ഈ ഈ പഠിപ്പിക്കലിനെയാണ്, പോസ്റ്റ് മിലേനിയൽ. അതുപോലെ റോമൻ കാത്തലിക് ചർച്ച്, അതുപോലെ വളരെയധികം ബാപ്റ്റിസ്റ്റ് ചിന്താഗതിക്കാര് ഈ വ്യൂവിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ചർച്ച് ഏജിനെയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ദൈവസഭ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെയാണ് അവർ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. 1000 ആണ്ടെന്ന് പറയുന്നത് ഒരു സിംബോളിക് ആയിട്ടാണ് അവർ പറയുന്നത്, അല്ലാതെ ലിറ്ററൽ ആയിട്ട് ഒരു 1000 ആണ്ട് വാഴ്ച ഉണ്ടാവത്തില്ല. അതുപോലെ ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പാണ് കർത്താവ് വരുന്നതെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഞാൻ അത് അംഗീകരിക്കുന്നില്ല. മൂന്നാമത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ അവലംബിക്കുന്ന വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ മിലേനിയൽ വ്യൂ. പ്രീ മിലേനിയൽ വ്യൂ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മഹോപദ്രവ കാലഘട്ടത്തിന്റെ അവസാനം 7 വർഷം മഹോപദ്രവ കാലഘട്ടത്തിലൂടെ ഈ ഭൂമിയിലുള്ളവർ കടന്നു പോകും. അതിനു മുമ്പ് ദൈവത്തിന്റെ സഭ ഉൾപ്രാപണം ചെയ്യും. കർത്താവ് മധ്യാകാശത്ത് വന്ന് തന്റെ സഭയെ ചേർക്കും. അതിനുശേഷം ഈ ഭൂമിയിലുള്ളവരാണ് ഈ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ആ 7ാമത്തെ വർഷത്തിന്റെ അവസാനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശുദ്ധന്മാരോടുകൂടെ ഈ ഭൂമിയിലേക്ക് വരും. കഴിഞ്ഞ ആഴ്ച അതൊക്കെ നമ്മൾ കേട്ടു, ഈ 19-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടു. അപ്പോൾ 6 മുതൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെയുള്ള മഹോപദ്രവ കാലഘട്ടത്തിന് ശേഷം കർത്താവ് വരുമെന്നാണ് നമ്മൾ ഈ പ്രീ മിലേനിയൽ വ്യൂ, അതായത് നമ്മളെ പോലുള്ളവർ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, കർത്താവ് വന്നു കഴിഞ്ഞാൽ ഈ ഹർമഗദോൻ യുദ്ധം നമ്മൾ കേട്ടു, അതിനുശേഷം അതൊക്കെയും ഇല്ലായ്മ ചെയ്തിട്ട് കർത്താവ് 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പാണ് പിശാചിനെ താൽക്കാലികമായിട്ട് ബന്ധനത്തിലാക്കിയിട്ട് അവനെ അഗാധ കൂപത്തിലേക്ക് അവനെ തള്ളിയിടുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ ഈ പ്രീ മിലേനിയൽ വ്യൂ ആണ് മുന്നോട്ടുള്ള പഠനത്തിലായാലും ശരി നമ്മൾ അവലംബിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും നമ്മൾ പഠിക്കുന്നതും. അതാണ് അത് നമ്മുടെ റീസണിങ് വെച്ചൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് പോലും ലോജിക്കായിട്ട് ചിന്തിക്കുകയാണെങ്കിലും ഈ പ്രീ മിലേനിയൽ വ്യൂ ആണ് നമുക്ക് ദൈവവചനപ്രകാരം സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രീ മിലേനിയൽ വ്യൂ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവവചനത്തിലെ മറ്റു വാക്യങ്ങളൊന്നും തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ആ വാക്യങ്ങളൊക്കെ ഇവിടെ വെളിപ്പെടുന്നതായിട്ടും വാക്യങ്ങളൊക്കെ ഫുൾഫിൽഡ് ആകുന്നതായിട്ടും നമുക്ക് ഈ വ്യൂവില് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളിവിടെ ഈ വാക്യത്തിലേക്ക് 20-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിന് പ്രിലിമിനറി ആയിട്ട് ഈ 3 വ്യൂകള്, അല്ലെങ്കിൽ ഈ 3 അപ്രോച്ച്, 3 സ്റ്റഡീസ്, 3 പഠന രീതികൾ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 20-ാം അധ്യായത്തിലേക്ക് വരണം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മിലേനിയൽ കിങ്ഡത്തെ കുറിച്ചാണ്, 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഈ ആദ്യത്തെ ഭാഗം, അതായത് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് ഈ 1000 ആണ്ട് വാഴ്ചയുടെ പരാമർശം ഉണ്ടെങ്കിൽ തന്നെയും ആക്ച്വലി 1000 ആണ്ട് വാഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മറ്റു ചില വാക്യങ്ങളിലേക്ക്, ദൈവവചനത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലേക്ക്, ചില പുസ്തകങ്ങളിലേക്ക് കടന്നുപോയി ചില വാക്യങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് ഇന്നത്തെ പകൽക്കാലം നമുക്ക് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത് ഒന്നിച്ച് ചേർത്ത് നോക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ച എങ്ങനെയാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. 1-ാമത്തെ വാക്യം, 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇത് വീണ്ടും യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദർശനത്തിൽ യോഹന്നാൻ ഈ വലിയ കാഴ്ച കാണുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, അധികാരമുള്ള ഒരു ദൂതൻ, അവിടെ താക്കോൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. കയ്യിൽ ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അധികാരത്തോടു കൂടി ഇറങ്ങുകയാണ്. തന്റെ കയ്യിൽ ഒരു ചങ്ങലയുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിംബോളിക് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അധികാരത്തോടെ ഒരു ദൂതൻ ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഏത് ദൂതനാണെന്ന് അവിടെ എഴുതിയിട്ടില്ല. അതിനും പല തിയോളജിയൻസിനും പല അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് മിഖായേൽ എന്ന് പറയുന്ന ദൂതനാണ് അധികാരമുള്ള ദൂതൻ, മിഖായേൽ എന്ന ദൂതനാണ് ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ വചനത്തിൽ ഇത് വെളിപ്പെടുത്താത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് ദൂതനാണ്, ഗബ്രിയേലാണോ മിഖായേലാണോ,
അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി, ഒരു ദൂതൻ ഇറങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അഗാധം എന്നുള്ള വാക്കിന് അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് എന്ന് നോക്കിയാൽ, ഐ സോ ആൻ ഏഞ്ചൽ കം ഡൗൺ ഫ്രം ഹെവൻ ഹാവിംഗ് ദ കീ ഓഫ് ബോട്ടംലെസ് പിറ്റ് ആൻഡ് എ ഗ്രേറ്റ് ചെയിൻ ഇൻ ഹിസ് ഹാൻഡ്. ഈ ബോട്ടംലെസ് പിറ്റ് എന്നുള്ളതിന്റെ ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് അബുസോ. അബുസോ എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ചില ട്രാൻസ്ലേഷനിൽ അബീസ് എന്ന വാക്ക്, ഇംഗ്ലീഷ് വേർഡ് ആയിട്ടിരിക്കുന്ന അബീസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഗാധം അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ് എന്നുള്ളത് പുതിയ നിയമത്തിൽ 9 പ്രാവശ്യം എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനകത്ത് ഒരു പ്രാവശ്യം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് ആ വാക്ക് കാണുവാൻ കഴിയും. ബാക്കി 8 പ്രാവശ്യവും വെളിപ്പാട് പുസ്തകത്തിലാണ് അത് കാണുന്നത്. ഇതിനൊക്കെ വലിയ അർത്ഥമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ബോട്ടംലെസ് പിറ്റിനെ കുറിച്ച് പറയുമ്പോൾ സഹോദരങ്ങളെ, ഇവിടെയാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ദൂതന്മാരെ കർത്താവ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനൊരു വാക്യം ഞാൻ നിങ്ങൾക്ക് ഒന്ന് എടുത്തു കാണിക്കാം. യൂദയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, യൂദയുടെ പുസ്തകം, അതായത് വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് പിന്നിലുള്ള പുസ്തകം, യൂദയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മളത് ഇംഗ്ലീഷിലേക്ക് നോക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മൂലഭാഷയിലേക്ക് പോകുമ്പോൾ അവിടെ ബോട്ടംലെസ് പിറ്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അബുസോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് വേറൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗദനരദേശത്ത്, അല്ലെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിന് പറയുന്നത് ഗദനദേശം എന്നാണ് പറയുന്നത്. അവിടെയൊക്കെ കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഡീമൺ പൊസസ്ഡ് ആയിരിക്കുന്ന, ഭൂതബാധിതനായിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവ് കടന്നു ചെല്ലുമ്പോൾ ഈ ഭൂതങ്ങള് കർത്താവിനോട് പറയുന്നുണ്ട്, ഞങ്ങളെ ബോട്ടംലെസ് പിറ്റിലേക്ക് അയക്കരുതെന്ന്, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുതേ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുമ്പോൾ ആ മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു ലെഗിയോൻ. ലെഗിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റോമൻ റെജിമെന്റിലെ 6000 പട്ടാളക്കാർ കൂടുന്ന ഒരു യൂണിറ്റിനാണ് പറയുന്നത് ലെഗിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം 6000 ഭൂതങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടായിരുന്നു എന്നാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഭൂതങ്ങളും പോഷ്ക് സംസാരിക്കുന്നതാണ് ഭൂതങ്ങളും. കള്ളം പറയുമെന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഭോഷ്ക് പറയുന്നതാണ് ഭൂതങ്ങള്. അപ്പൊ ആക്ച്വലി 6000 ഉണ്ടായിരുന്നോ? ഇത് ഭൂതം പറയുന്ന വാക്കാണ്. ഞങ്ങൾ ലെഗിയോൺ എന്നാണ്, 6000 പേരുണ്ടെന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നു. കാരണം 2000 പന്നികളിലേക്ക് അവർ ഇറങ്ങുമ്പോൾ ഈ 2000 പന്നികളും ആ കടും തൂക്കത്തോടെ ആ സ്ലോപ്പിലൂടെ കടലിലേക്ക് ഓടിച്ചെന്ന് അവിടെ മുങ്ങിച്ചത്തതായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് ഐ സേ ഈസ്, ഈ പറഞ്ഞിരിക്കുന്ന ഭൂതങ്ങൾ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഏത്? ഈ അബൂസോ എന്ന് പറയുന്ന സ്ഥലം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ അബൂസോയിൽ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ഡീമൺസിനെ വളരെ ഭയാനകത്തിൽ ഉള്ള, അല്ലെങ്കിൽ ഭയങ്കരമായ അപകടകാരികളായിരിക്കുന്ന കുറെ ദൂതന്മാരെ ദൈവം ചങ്ങലക്കിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ അവിടേക്ക് ഞങ്ങളെ അയക്കരുതേ എന്നാണ് ഈ ഭൂതഗ്രസ്തന്റെ മേലുണ്ടായിരുന്ന ഭൂതങ്ങൾ പറയുന്നത്. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകും. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഞാൻ ആ വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം നോക്കിയേ. 30-ാമത്തെ വാക്യം പറയുന്നു, യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചതിന് അനേക ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലെഗിയോൻ എന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് അവര് പറയുന്നത് എന്താണെന്നറിയാമോ? യേശു കർത്താവിനോട് പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവനോട് അപേക്ഷിച്ചു. ആൻഡ് ദേ besought him that he would not command them to go out into the deep. ഡീപ്പ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മൂലഭാഷയിൽ അബൂസോ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ അബീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ പാതാളത്തിലേക്ക് കടന്നു പോകുവാൻ ഈ ഭൂതങ്ങൾ പോലും ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ പാതാളത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അഗാധത്തെക്കുറിച്ച് പറയുന്നത്. ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ആ ഭാഗം എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ താക്കോലാണ് ഈ ഇറങ്ങി വന്ന ദൂതന്റെ കയ്യിൽ ഉള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. അവൻ പിശാചും, 2-ാമത്തെ വാക്യം 20-2, അവൻ പിശാചും സാത്താനും എന്ന് ഉള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടിലേക്ക് ചങ്ങലയിട്ടു. ശ്രദ്ധിച്ച് കേൾക്കണമേ. അവിടെ 3
ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ 3 ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഈ പിശാചിന് അവിടെ എന്തൊക്കെയാ പേരെഴുതിയിരിക്കുന്നത്? പിശാജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വേർഡ് ഡ്രാഗൺ എന്നാണ്. പിശാജ് സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ ഇവിടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പിടിച്ചിരിക്കുന്നത് പിശാചിനെയാണ്, സാത്താനെയാണ്, അഡ്വേഴ്സറിയാണ്. അപ്പോൾ ഈ പിശാജ് എന്നുള്ള വാക്ക്, ഡ്രാഗൺ എന്നുള്ള വാക്ക് വെളിപാട് പുസ്തകത്തിൽ പിശാജിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ പിശാജ് എന്ന ഡ്രാഗൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ പിശാജിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് സാത്താൻ. സാത്താൻ എന്ന് പറയുന്നത് ഹീബ്രു ലാംഗ്വേജിൽ പറയുന്ന പേരാണ് സത്താൻ. ആ സത്താൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ശത്രു, എതിരാളി എന്നൊക്കെയാണ്. ഇംഗ്ലീഷിൽ അഡ്വേഴ്സറി, എനിമി എന്നൊക്കെ പറയും. അപ്പോൾ പഴയ നിയമത്തില് ഹീബ്രു വേർഡിൽ എഴുതിയിരിക്കുന്ന വേർഡാണ് സത്താൻ. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പിശാജ്, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന സത്താൻ, അതുപോലെ തന്നെ ദൈവവചനത്തിൽ ആദ്യമായി പിശാചിനെ പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഹവ്വയുടെ അടുക്കലേക്ക് പിശാച് കടന്നു വരുമ്പോൾ പിശാചിനെ അവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് സർപ്പമെന്നാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഡൗട്ടും വേണ്ട, ആർക്കും ഒരു സംശയവും വേണ്ട. ഈ ചങ്ങലക്കിടുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ പിശാചാണ്, സാത്താനാണ്. അപ്പോൾ സാത്താനെ പിടിച്ച് 1000 ആണ്ടുകളിലേക്ക് ചങ്ങലയിട്ടു. 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഇത് തന്നെയാണ് 7-8 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. 7-ാമത്തെ വാക്യം ഒന്ന് നോക്കി. ഇതേ അധ്യായത്തിന്റെ താഴേക്ക് വരുമ്പോൾ, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടും. അപ്പോൾ 1000 ആണ്ടിലേക്കാണ് ഈ ചങ്ങലയിൽ പിശാചിനെ അഗാധ കൂപത്തിൽ ബന്ധിക്കാനായിട്ട് പോകുന്ന, ബോട്ടംലെസ് പിറ്റിലേക്ക് ബന്ധിക്കുവാനായിട്ട് പോകുന്ന, അഗാധ കൂപത്തിൽ ബന്ധിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ. ആരാണ് ഈ ജാതികൾ? ഈ 1000 ആണ്ടിലെ ജാതികൾ, അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ 1000 ആണ്ടെന്ന് പറയുന്നത് കർത്താവ് യെരൂശലേം കേന്ദ്രമാക്കി ലോകം മുഴുവനും ഭരിക്കുന്ന കാലഘട്ടമാണ് ഈ 1000 ആണ്ട്. അപ്പോൾ ജാതികൾ ആരാണെന്ന് ചോദിച്ചാൽ, മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭൂമിയിൽ ശേഷിക്കുന്ന മനുഷ്യർ, മഹോപദ്രവ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന് മരിക്കാതെ ഈ ഭൂമിയിൽ ശേഷിക്കുന്ന മനുഷ്യർ. ഭൂമിയെ മുഴുവനും കർത്താവ് ഉന്മൂലനാശം ചെയ്തതായിട്ട് 19-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങും വായിച്ചില്ല. തനിക്കെതിരെ വന്ന ശത്രു സൈന്യങ്ങളെ മുഴുവനും തകർത്തതായിട്ട് മാത്രമേ നമ്മളവിടെ വായിക്കുന്നുള്ളൂ. അപ്പോൾ ഭൂമിയുടെ പല കോണുകളിലും ജാതികൾ അപ്പോഴും ജീവിക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അപ്പോൾ യെരൂശലേം കേന്ദ്രീകൃതമായിട്ട് യേശു കർത്താവ് ഭരിക്കുന്നു. യേശു, താഴേക്ക് നമ്മൾ വരുമ്പോൾ വാക്യങ്ങൾ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ യേശു കർത്താവ് ജെറുസലേം കേന്ദ്രമായിട്ട് ഭരിക്കുന്നുണ്ട്. എന്നാൽ ലോകത്തിൽ നാനാഭാഗത്തും ജാതികളുണ്ട്. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മളൊന്ന് നോക്കിക്കേ. ഇന്ന് ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവമക്കളെല്ലാം പോകും. യഥാർത്ഥത്തിൽ കർത്താവിനെ പിൻപറ്റുന്ന, കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളൊക്കെ, ദൈവത്തിന്റെ സഭ മുറ്റുമായിട്ട് എടുക്കപ്പെടും. ബാക്കിയുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, ഈ കർത്താവിൽ അവർ വിശ്വസിക്കുന്നുവെങ്കിൽ 7 വർഷത്തെ, ഇന്നു മുതൽ 7 വർഷം മഹോപദ്രവ കാലഘട്ടമായിരിക്കും. ഈ മഹോപദ്രവ കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ മൃഗത്തിനെതിരെ നിൽക്കണം, കള്ളപ്രവാചകനെതിരെ നിൽക്കണം. അതുമാത്രമല്ല, അവരുടെ എല്ലാ വഞ്ചനയ്ക്കെതിരെ നിൽക്കണം, പീഡനത്തിനെതിരെ നിൽക്കണം. അതൊക്കെ നമ്മൾ 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ അതിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു. അതിനെയൊക്കെ അവർ അതിജീവിക്കണം. അത് ഒരു ചോയ്സാണ്. രണ്ടാമത്തെ ചോയ്സ് എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് പോലെ തന്നെ കർത്താവിനെ ചിന്തിക്കാതെ, കർത്താവിനെ കുറിച്ച് അറിയാതെ, നിത്യതയെക്കുറിച്ച് കാര്യമാക്കാതെ ഈ പീഡനങ്ങളെയൊക്കെ ജയിച്ച് ജീവിക്കുക. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സിസ്റ്റംസ് ഒന്നും തന്നെ മാറുന്നില്ല. ഇന്നത്തെ ടെക്നോളജി മാറുന്നില്ല, ഇന്നത്തെ ഈ പറയുന്ന ഗതാഗത സൗകര്യങ്ങൾ മാറുന്നില്ല, ഫ്ലൈറ്റ് സർവീസുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇതൊന്നും മാറുന്നില്ല. എല്ലാം ആ സിറ്റീസ് മുന്നോട്ട് പോകുക. ഇന്നുകൊണ്ട് ഒരു മാറ്റവും വരുന്നില്ല. ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ശ്രദ്ധിച്ചു കേൾക്കണമേ സഹോദരങ്ങളെ, മഹോപദ്രവ കാലഘട്ടം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി പേര് മരിക്കും. അതിനകത്ത് കുറച്ചുപേര് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് രക്തസാക്ഷികളായിട്ട് തീരും. കർത്താവിന്റെ നാമത്തിന് നിൽക്കുന്ന എല്ലാവരും മരിക്കണമെന്നില്ല. ചിലരൊക്കെ വാളിൽ നിന്ന് രക്ഷപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കണം. ചിലരൊക്കെ വാളിൽ നിന്ന് രക്ഷപ്പെടും. അവർ കർത്താവിന് വേണ്ടി വീണ്ടും നിൽക്കും.
എന്നാൽ കർത്താവിനെ അറിയാതെ അൺസേവ്ഡ് ആയിരിക്കുന്ന കുറെ മനുഷ്യരും ഇങ്ങനെ മുന്നോട്ട് ജീവിച്ചു പോകും. അങ്ങനെ 7 വർഷം കഴിയുമ്പോൾ കർത്താവ് വരും എന്ന് പറഞ്ഞാൽ ഈ എടുക്കപ്പെട്ട വിശുദ്ധന്മാരോടുകൂടെ ദൈവത്തിന്റെ സഭയുമായിട്ട് 7 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരും. അപ്പോഴും നോക്കിക്കോണമേ, സിസ്റ്റം അത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, അതാണ് ഈ ജാതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാതികൾ ഈ ഭൂമിയിലുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി വന്ന് ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം കർത്താവ് തന്റെ രാജ്യം യെറുസലേമിൽ സ്ഥാപിക്കും. ഇവിടെ ഈ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. 1000 ആണ്ട് കഴിയുമ്പോളം ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിന്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അപ്പോൾ അവനെ പിശാചിനെ 1000 ആണ്ടിലേക്ക് ചങ്ങലയിട്ടിരിക്കുക. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, പിശാചില്ലാത്ത ഒരു ലോകം ഒന്ന് ചിന്തിച്ചാൽ, ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ ഇല്ലസ്ട്രേഷനിലേക്ക് നോക്കിയേ. ഇന്ന് എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്, അവന്റെ ഡീമൺസ് ആണ്. അവർ ആബ്സെന്റ് ആകുന്ന, അവരില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചേ. അപ്പോൾ മനുഷ്യനെതിരെ ഒന്ന് മാത്രമേ ഉള്ളൂ, എന്താണെന്നറിയാമോ? അവന്റെ ജഡം. മനുഷ്യനിൽ നിന്ന് പാപം മാറത്തില്ല ഒരിക്കലും. കാരണം ജഡത്തിൽ പാപമുണ്ട്, നമ്മുടെ ഫ്ലഷിൽ പാപമുണ്ട്. ആ പാവൻ കാരണം മനുഷ്യന്റെ ആ ഡിപ്രൈവിറ്റി, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തിൽ യെരമ്യാ പ്രവാചന പുസ്തകത്തിൽ 17 നമ്മൾ വായിക്കുന്നുണ്ട്, ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുള്ളി വിക്കഡ്. നമ്മൾ വായിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ ഹൃദയം സകല പാപവും നിറഞ്ഞിട്ടുള്ളതാണ്, വിഷമുള്ളതാണ്. ഇതെല്ലാം അപ്പൊ ആ നേച്ചർ അന്നും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന പിശാചും അവന്റെ ഡീമൺസും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ദൈവം കർത്താവ് ഒരു ചോയ്സ് കൊടുക്കുകയാണ്. താൻ 1000 ആണ്ട് വാഴുമ്പോൾ പിശാചില്ല, ഡീമൺസ് ഇല്ല. അപ്പൊ മനുഷ്യന് വിശുദ്ധിയോടെ കൂടെ ജീവിക്കാൻ പറ്റും. മനുഷ്യന് ചോയ്സ് കൊടുക്കുകയാണ്. ഇതുവരെ എല്ലാവരും പറയുന്നത് പിശാചാണ് എന്നെ വഞ്ചിക്കുന്നത്, എല്ലാവരും പറയുന്നത് ഡീമൺസ് എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ കോപിക്കുന്നത്, ഞാൻ പാപത്തിന്റെ വഴിയിലേക്ക് പോകുന്ന എന്നെ മോഹിപ്പിക്കുന്നത് പിശാചായതുകൊണ്ടാണ്. പിശാജ് ആബ്സെന്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടം കർത്താവ് ഈ ഭൂമിക്ക് കൊടുക്കുകയാണ്, മനുഷ്യന് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ജീവിച്ച് കാണിക്കുക. അത് മാത്രമല്ല, രാജാതി രാജാവായി വാഴ്ത്തപ്പെട്ട കർത്താവ് ഉത്തമനായ ന്യായാധിപതിയായി ഈ ലോകത്തെ മുഴുവനും ഭരിക്കുന്ന ഒരു കാലഘട്ടമാണത്. പ്രൈസ് ഗോഡ്. മുന്നോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ദൈവവചനത്തിൽ. 4-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ഇത് ജെറുസലേമിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കർത്താവിന്റെ ന്യായാസനങ്ങൾ, ഈ ഭൂമിയിലെ ന്യായാസനങ്ങൾ, കർത്താവ് തന്റെ രാജ്യം ജെറുസലേമിൽ സ്ഥാപിക്കുകയാണ്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ആരാണ് ന്യായാസനങ്ങൾ ഇരിക്കുന്നതെന്ന് നോക്കിയേ. അവയിൽ ഇരിക്കുന്നവർക്ക്, ഒരാളെ കുറിച്ചല്ല പറയുന്നത്, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമാരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അപ്പൊ 2 കൂട്ടരെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പറ്റും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒന്ന്, ഈ ന്യായാസനങ്ങളിൽ ഇരിക്കുന്ന ഒരു കൂട്ടർ. ഈ ന്യായാസനങ്ങളിൽ ഇരിക്കുന്ന കൂട്ടർ ആരാണെന്ന് അറിയണമെങ്കിൽ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഇവരെ കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ, ആ വാക്യം ഞാനൊന്ന് എടുക്കട്ടെ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 1 Corinthians chapter 6 verse 2. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കുവാൻ നിങ്ങൾ അയോഗ്യരോ? അപ്പോൾ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. ഇതൊരു വാഗ്ദത്തമാണ് വിശുദ്ധന്മാർക്കുള്ളത്, ലോകത്തെ നിങ്ങൾ വിധിക്കുമെന്ന്. അപ്പോൾ അത് ഫുൾഫിൽഡ് ആയേ പറ്റൂ, അത് നിവൃത്തിയായേ പറ്റൂ. അത് നിവൃത്തിയാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ ഭൂമിയിൽ ഉണ്ടാകണം. വിശുദ്ധന്മാർ എങ്ങനെയാണ് ലോകത്തെ വിധിക്കുന്നത്? അതാണ് ഇവിടെ കാണുന്നത്. ന്യായാസനങ്ങളിൽ ഇരുന്ന്, അതായത് കർത്താവും തന്റെ വിശുദ്ധന്മാരും യെരുശലേമിൽ തന്റെ രാജ്യം സ്ഥാപിച്ച്, യെരുശലേമിൽ തന്റെ ഭരണാധികാരം ഉറപ്പിച്ച്, യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് ഈ ലോകം മുഴുവനും ഭരിക്കുമ്പോൾ തന്നോടുകൂടി എടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭയിലെ വിശുദ്ധന്മാരായിരിക്കും കർത്താവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നത് എന്നാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, കർത്താവിനെ അവർ ഭരണകാര്യത്തിൽ സഹായിക്കും. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അവരുടെ ശരീരം എങ്ങനെയായിരിക്കുമെന്ന്. നമുക്കറിയാം, നമ്മൾ ആ ഉൾപ്രാവണത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മുടെ ശരീരം സ്വർഗീയമായ ശരീരമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമേ, നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടുകൂടെ വസിക്കുമ്പോൾ സ്വർഗീയമായ ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്.
അപ്പോൾ ഈ ഭൂമിയിൽ സ്വർഗീയമായ ശരീരവുമുണ്ട്, ഭൗമികമായ ശരീരവുമുണ്ട്. ആരുടേതാണ് ഈ ഭൗമികമായിട്ടുള്ള ശരീരം? ജാതികളായിരിക്കുന്ന മനുഷ്യരുടേത്. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിയത്തില്ല. കാരണം ബുദ്ധി കൊണ്ട് കഴിയാത്ത എത്രയോ കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ അനുഭവത്തിന്റെ മുമ്പിൽ കൂടെ കടന്നു പോയിട്ടുണ്ടല്ലേ. ഇതും അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ സംഭവിക്കാൻ പോകുകയാണ്. അപ്പൊ കർത്താവിനോട് കൂടെ നമ്മൾ വസിക്കുമ്പോൾ, കർത്താവിന്റെ സഭയോടുകൂടെ നമ്മൾ എടുക്കപ്പെടുമ്പോൾ, നമ്മുടെ ശരീരം ഭൗമികമായ ശരീരം മാറി സ്വർഗീയമായ ശരീരമാകും. ആ സ്വർഗീയമായ ശരീരത്തിലാണ് വിശുദ്ധന്മാര് യെരുശലേമിലേക്ക് വരുന്നത്, കർത്താവിനോടുകൂടെ അവിടെ രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നത്, ഈ ലോകം മുഴുവനും ഭരിക്കുന്ന ഒരു വലിയ ഹെഡ്ക്വാർട്ടറാണ് ജെറുസലേം. ഒരു ചെറിയ കാര്യമൊന്നുമല്ല, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് കർത്താവിനോട് കൂടെ നിൽക്കുന്നത് ഈ വിശുദ്ധന്മാരാണ്. അപ്പോഴാണ് കർത്താവിന്റെ വാഗ്ദത്തം വെളിപ്പെടുന്നത്, നമ്മുടെ ലോകത്തെ വിധിക്കുമെന്ന്. നമ്മൾ ഈ ലോകക്കാരായ ജാതികൾക്ക് പല പല കാര്യങ്ങളിലും വിധി കൽപ്പിക്കുന്നത് നമ്മളായിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്നു. രണ്ടാമത് ആ കൂട്ടത്തിൽ കാണുന്നവരെ കുറിച്ച് ശ്രദ്ധിച്ചേ. ഒന്ന് നമ്മൾ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. രണ്ടാമത്തെ കൂട്ടര് അവിടെ ഉള്ളത് ആരാന്ന് ചോദിച്ചാൽ, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന് മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. ഇവര് സഭയുടെ ഭാഗമായിട്ടല്ല കാണുന്നത്. കാരണം ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടമുള്ളത്. ആ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തിൽ 666 മുദ്രയേൽക്കാതെ, മൃഗത്തിന്റെ മുമ്പിൽ തലകുനിക്കാതെ, കള്ളപ്രവാചകന്റെ കെണിയിൽ വീഴാതെ, ദൈവവചനത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് യേശുവിന് വേണ്ടി നിന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ തലയൊക്കെ ഛേദിക്കപ്പെട്ടവരാണ്. അവർ വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയി രക്തസാക്ഷികളായി തീർന്നു. അവരുടെ ആത്മാക്കൾക്കും അല്ലെങ്കിൽ അവർക്കും കർത്താവിനോടുകൂടി 1000 ആണ്ട് വാഴുവാൻ തക്കവണ്ണം കർത്താവ് അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർ കർത്താവിനോട് കടന്നു വരുമെന്നുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. ഹല്ലേലൂയ. എന്നിട്ട് 5-ാമത്തെ വാക്യം നിങ്ങൾ നോക്കി. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. ആരാണ് ഈ മരിച്ചവരിൽ ശേഷമുള്ളവർ? മരിച്ചവരിൽ ശേഷമുള്ളവർ എന്ന് പറഞ്ഞാൽ അൺസേവ്ഡ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ. അവർക്ക് സഭയുടെ ഉൾപ്രാപണത്തിന്റെ സമയത്ത് അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ലല്ലോ. മഹോപദ്രവ കാലഘട്ടത്തിൽ അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. കർത്താവിന്റെ വരവിൽ മഹോപദ്രവത്തിന്റെ അവസാനം ആകെ എഴുന്നേറ്റിട്ടുള്ളവർ ആ രക്തസാക്ഷികളായിട്ടുള്ളവർ മാത്രമേ ഉള്ളൂ കർത്താവിനൂടെ ചേരാൻ. ബാക്കിയുള്ളവർ ഇപ്പോഴും ഭൂമിയിൽ ഉണ്ട്. അവരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ 1-ാമത്തെ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ദൈവസഭയിലെ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന രക്തസാക്ഷികളുടേതായിട്ടുള്ള പുനരുത്ഥാനം, അവരുടെ ആത്മാക്കൾ. അപ്പൊ ഈ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് അവരുടെ മേൽ 2-ാം മരണത്തിന് അവിടെ എഴുതിയിരിക്കുന്ന നോക്കി അധികാരമില്ല. എന്താണ് ഈ 2-ാമത്തെ മരണം? താഴേക്ക് വായിച്ചു വന്ന് 14-ാമത്തെ വാക്യം ഒന്ന് നോക്കി. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. 2-ാമത്തെ മരണം എന്ന് പറയുന്നത് നിത്യമായ ന്യായവിധിയെ കുറിച്ചാണ് 2-ാമത്തെ മരണം എന്ന് പറയുന്നത്. ആദ്യത്തെ മരണം നമുക്കറിയാം, ഫിസിക്കൽ ഡെത്ത്. ആ ഫിസിക്കൽ ഡെത്ത് കഴിഞ്ഞ് 2-ാമത്തെ മരണം എന്ന് പറഞ്ഞാല് സ്പിരിച്വൽ ഡെത്ത്. പൂർണ്ണമായും ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് വേർപെട്ടു പോകുക, നിത്യ നരകത്തിലേക്ക് പോകുക, തീപ്പൊയ്കയിലേക്ക് പോകുക. അതാണ് 2-ാമത്തെ മരണം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുകയാണ്, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. അവരുടെ മേൽ 2-ാമത്തെ മരണത്തിന് അധികാരമില്ല. സഹോദരങ്ങളെ, ദൈവമക്കളെ, നമ്മൾ നോക്കി പാർത്തിരിക്കേണ്ടതാണ്. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്കുണ്ടായിരിക്കണം. അതല്ല എങ്കിൽ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പോലെ ഈ മഹോപദ്രവ പീഡന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി കർത്താവിനോടുള്ള സ്നേഹം കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. അത് വളരെ ഭാരമുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലില്ല. അവൻ സഭയും കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ചിന്തിച്ചേ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവോട് നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ആ സാഹചര്യം നമ്മളിന്ന് ഭാവനയിലൊന്ന് ചിന്തിച്ച്, തീർച്ചയായിട്ടും അന്ന് വിശുദ്ധന്മാരുണ്ടാകും. മഹോപദ്രവ കാലഘട്ടത്തിൽ വിശുദ്ധന്മാരുണ്ടാകും. കർത്താവിന് വേണ്ടി മരിക്കുവാൻ അവർ തയ്യാറാക്കും. കാരണം അവരുടെ ഒരവസരം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ വചനം കേട്ട് നമ്മളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ ചെയ്യുക. 6-ാമത്തെ വാക്യത്തിൽ, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാമത്തെ മരണത്തിന് അധികാരമില്ല. അവർ, ഇവിടെ ഈ ഒരു വാക്യം ശ്രദ്ധിക്കണമേ,
അവർ ദൈവജനത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ സഹോദരങ്ങളെ, വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ പുരോഹിതന്മാരായി 1000 ആണ്ട് യെരൂശലേമിൽ വാഴും. അവിടെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, അവർ ദൈവജനത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി. ആരാണ് ഈ ദൈവജനം? വീണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇവിടെ 2 കൂട്ടരെ കുറിച്ച് പറയുന്നു. ദൈവജനത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ആര് വാഴും? ഈ വിശുദ്ധന്മാർ വാഴും, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ വാഴും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സഭയെ കൂടാതെയുള്ള ദൈവജനം ആരാണ്? നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഈ ജാതികളെന്നും പറഞ്ഞ് ലോകത്ത് ഒത്തിരി പേരുണ്ടല്ലോ. ആ സമയത്ത് കർത്താവിന്റെ സന്നിധിയിലേക്ക് സർവശക്തനായ നമ്മുടെ കർത്താവ് രാജാവായി ഈ ലോകത്തെ വാഴുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ കർത്താവിനെ വിശ്വാസത്തിൽ കണ്ട് വിശ്വസിച്ച് ആരാധിക്കുന്നത് പോലെ തന്നെ അവര് കർത്താവിനെ ആരാധിക്കും. കർത്താവിനോട് കൂടെ കർത്താവിന്റെ ഭരണത്തിന്റെ കീഴിൽ വിശ്വസ്തയോടുകൂടി നിൽക്കും. അവർ ദൈവത്തിന്റെ ജനം, കർത്താവിന്റെ ജനമായി തീരും. ഹല്ലേലൂയ. അവരെയും യെരൂശലേമിൽ ഇരുന്നു കൊണ്ട് കർത്താവിനോട് കൂടെ, ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ പുരോഹിതന്മാരായിട്ട് ദൈവത്തിന്റെ സഭ വാഴും. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്, ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു സ്പെഷ്യൽ ടൈറ്റിൽ ആൻഡ് പ്രിവിലേജ് കർത്താവ് കൊടുക്കുമെന്നാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷകരായി അധികാരികളായി അവിടെ വാഴുമെന്നാണ് പറയുന്നത്. ഞാനൊരു 2 വാക്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1:6. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശ്രേഷ്ഠമേറിയ ഒരു വാഗ്ദത്തം അവിടെ തന്നിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ രാജ്യവും രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി നമ്മളെ കർത്താവ് തീർത്തു. അത് ഈ 1000 ആണ്ട് വാഴ്ചയിലാണ് സംഭവിക്കുന്നത്. ഞാൻ വേറൊരു വാക്യം കൂടെ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 5-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തില്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളൊന്ന് നോക്കി. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 5:9 and 10. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും, ഇത് ദൈവസഭയെ കുറിച്ച് പറയുന്നതാണ്. ഹല്ലേലൂയ. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് പാടുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പുരോഹിതന്മാരാക്കി നമ്മളെ കർത്താവ് മാറ്റുമെന്ന്. അത് തന്നെയാണ് പത്രോസ് പറയുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവന്റെ അത്ഭുത രാജ്യത്തെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ട ശ്രേഷ്ഠമേറിയ ഒരു ജനമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും. അന്ധകാരത്തിൽ നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്, രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. ആ പൗരോഹിത്യ ശുശ്രൂഷ നിറവേറുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, 1000 ആണ്ട് വാഴ്ചയിലാണ് അതിന്റെ ഫുൾഫിൽമെന്റ് നമുക്ക് നടക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കാണും. അവിടെ ശ്രദ്ധിച്ചു നോക്കണമേ. മുന്നോട്ടുള്ള സമയം ഞാൻ പറഞ്ഞല്ലോ, ഈ 1000 ഇവിടെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഈ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള പരാമർശം മാത്രമേ ഉള്ളൂ. ആക്ച്വലി 1000 ആണ്ട് വാഴ്ചയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടുന്ന് മൊത്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. അതിന് ദൈവവചനത്തിന്റെ മറ്റു ചില ഭാഗങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തിലേക്കൊന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവർ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടും. ഒന്ന് ചിന്തിച്ചു നോക്കണമേ ഒരു മിനിറ്റ്. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയാണ്. ഈ പിശാചിനെ അഗാധ കൂപത്തിൽ തള്ളിയിട്ട് അവനെ കെട്ടിയിട്ട് മുദ്രയിട്ടു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്തിനാണ് അവനെ വീണ്ടും അഴിച്ചുവിടേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത്? അതിനൊരു ആവശ്യകതയുണ്ട് സഹോദരങ്ങളെ. ഞാൻ ചിന്തിച്ചപ്പോൾ ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചത് തെറ്റാണെങ്കിൽ നിങ്ങൾ അതിനെ അംഗീകരിക്കേണ്ട. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, ഒരു പക്ഷേ അതിന്റെ കാരണം ഇതായിരിക്കുമെന്ന്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുവാനായിട്ട് പോയുമില്ല. ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും അത് റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതിനൊരു കാരണം ഞാൻ ചിന്തിച്ചത് ഇതാണ്. ഈ 1000 ആണ്ട് വാഴ്ചയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞ് മനുഷ്യന് വേറെ ചോയ്സ് ഒന്നുമില്ല.
ദേ ആർ ലിവിങ് ഇൻ ഉട്ടോപ്യൻ അറ്റ്മോസ്ഫിയർ. ഉട്ടോപ്യൻ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപദ്രവമില്ല, ഒരു പ്രശ്നമില്ല, അന്ന് ജാതി വിഗ്രഹങ്ങളൊന്നുമില്ല, അത് അല്ലെങ്കിൽ ഏതെങ്കിലും രാജാക്കന്മാരെയോ പ്രഭുക്കന്മാരെയോ സേവിക്കേണ്ടി വരുന്നില്ല. ഒരേ ഒരു രാജാവ് മാത്രമേ ഉള്ളൂ, അത് സർവശക്തനായ കർത്താവാണ്, യെരൂശലേമിൽ നിന്ന് വസിക്കുന്നു. അപ്പൊ മനുഷ്യർക്കാർക്കും വേറൊരു ചോയ്സ് ഇല്ല വേറൊരാളെ ആരാധിക്കാൻ തക്കവണ്ണം. ശ്രദ്ധിച്ചു കേൾക്കണമേ, വേറൊരാളെ ആരാധിക്കുവാനോ വേറൊരു വഴികളിൽ പോകാനോ തക്കവണ്ണം ഒരു ചോയ്സ് അവിടെ ഇല്ല. രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് അവൻ ഇസ്രയേലിൽ വസിക്കുകയാണ്, അവൻ യെരൂശലേമിൽ വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം കർത്താവ് മനുഷ്യന് ചോയ്സ് കൊടുക്കുക. പിശാചിനെ തുറന്നു വിടട്ടെ. പിശാജ് എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ? ഇപ്പൊ ചെയ്യുന്നത് പോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പിശാചും അവന്റെ ഡീമൺസും കടന്നു ചെന്ന് മനുഷ്യനെ വഞ്ചിക്കാനായിട്ട് പോവുകയാണ്. മനുഷ്യന് ചോയ്സ് കൊടുക്കാൻ പോവുക, അവരുടെ ഹൃദയങ്ങളെ തിരിക്കാനായിട്ട് പോവുക. കർത്താവ് നോക്കുകയാണ്, ഇപ്പൊ ഇതുവരെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, ഞാൻ മാത്രം നിങ്ങളുടെ രാജാവാണെന്ന്. നിങ്ങൾക്ക് ചോയ്സ് തരികയാണ്. ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി നിൽക്കുമോ? എൻ്റെ 1000 വർഷത്തെ എൻ്റെ ഭരണം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഭാരമില്ല, കണ്ണുനീരില്ല. നമ്മുടെ ചില ഭാഗങ്ങൾ വായിക്കുന്നുണ്ട് 1000 ആണ്ട് വാഴ്ച എങ്ങനെയാണെന്നുള്ളത്. ഇത്ര മനോഹരമായ ഈ ഭരണത്തിൽ എനിക്ക് കീഴെ ഞാൻ നിങ്ങളുടെ രാജാവായി നിങ്ങൾ കണ്ട 1000 ആണ്ട്. ഇനി ഒരു ചോയ്സ് നിങ്ങൾക്ക് തരികയാ. നിങ്ങൾ ഇനി എന്നെ സേവിക്കുമോ, അതോ നിങ്ങൾ മറ്റൊരു വഴിയിലേക്ക് പോകുമോ? ഞാൻ ചിന്തിച്ചിട്ട് ഒരു പക്ഷെ അതായിരിക്കാം അതിന്റെ സാധ്യത. മറ്റൊരു സാധ്യതയെക്കുറിച്ച് ദൈവവചനത്തിൽ എങ്ങും തന്നെ കാണുന്നില്ല. പ്രൈസ് ഗോഡ്. അത് വാട്ട് എവർ ബി ഇറ്റ്, ഐ എം ലീവിങ് ഇറ്റ് ടു യു. നിങ്ങൾക്കത് ഞാൻ വിട്ടുതരികയാണ് ചിന്തിക്കാനായിട്ട്. നമ്മൾ ഇവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്, ഈ ജാതികളെല്ലാം തന്നെ പിശാച് അവരെ പോയി വഞ്ചിക്കുമ്പോൾ 8-ാമത്തെ വാക്യം പറയുന്നു, ഈ ജാതികളെല്ലാം തന്നെ കർത്താവിനെതിരെ പിന്നെയും വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇത്ര മനോഹരമായ ഒരു ഭരണത്തിന്റെ കീഴിൽ അവരായിരുന്നിട്ടും ഒരു കുറ്റവും കർത്താവിന്റെ ഭരണത്തിൽ അവർക്ക് കാണുവാൻ തക്കവണ്ണം കഴിയത്തില്ല. എങ്കിലും പിശാച് അവരെ വഞ്ചിച്ചു കഴിഞ്ഞപ്പോൾ, പിശാച് അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു വലിയ ജാതിയായി ഈ യെരൂശലേമിന് ചുറ്റും അവർ പാളയമടിച്ച് യെരൂശലേമിനെ തകർക്കാൻ, കർത്താവിന്റെ ഭരണത്തിനെതിരെ വരുവാൻ തക്കവണ്ണം ഒരു വലിയ ജനമായി ഈ ജാതികൾ വന്നെന്ന് പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യന്റെ നേച്ചർ, വിക്കഡ്നെസ് കാണിക്കുക. വീണ്ടും മനുഷ്യൻ എത്ര വിക്കഡാണെന്ന് നമ്മളെ കാണിക്കുക. സഹോദരങ്ങളെ, ആ ഭാഗം മുതലുള്ളത് കർത്താവ് നമുക്ക് സമയം തന്നാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ 1000 ആണ്ട് വാഴ്ച എങ്ങനെയാണെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അതിന് ചില വാക്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ലൈഫ് അണ്ടർ ദ മിലേനിയൽ കിങ്ഡം, 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിലായിട്ട് നോക്കാം. ഒന്ന്, ആദ്യം സംഭവിക്കുന്നത് കർത്താവ് അവരെ വേർതിരിക്കുന്ന ഒരു സമയം വരും. മുമ്പേ പറഞ്ഞതുപോലെ ദൈവജനവും അല്ലാത്തവരും എന്നുള്ള രീതിയിൽ ദൈവം വേർതിരിക്കും. ഹല്ലേലൂയ. ആ വേർതിരിവ് ദൈവവചനത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിന്റെ ഫുൾഫിൽമെന്റ് എവിടെയാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോഴും. അല്ലാതെ സ്വർഗത്തിൽ ചെന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം, മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 31 ഓൺവേർഡ്സ്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യമല്ല, ഭൂമിയിൽ നടക്കുന്ന കാര്യമാണ്. ഇത് 1000 ആണ്ട് വാഴ്ചയിലാണ് സംഭവിക്കുന്നത്. അല്ലാതെ വേറൊരു സാഹചര്യവുമില്ല, വേറൊരു കാലഘട്ടവുമില്ല ഇതിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടി. ശ്രദ്ധിക്കണമേ, അവൻ സകല ജാതികളെയും തന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ഒരിക്കലും ദൈവസഭയെ കുറിച്ചല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവസഭയെ കുറിച്ചാണെങ്കിൽ മുകളിൽ എഴുതിയിരിക്കുന്ന സകല വിശുദ്ധന്മാരുമായി അവൻ വരുമ്പോൾ എന്നുള്ള വാക്യം നോക്കിയേ. ദൈവത്തിന്റെ സഭയാ കൂടെ വരുന്നത്. ദൈവത്തിന്റെ സഭയെ വീണ്ടും അവിടെ ജാതികളുടെ കൂടെ നിർത്തിക്കൊണ്ട് കർത്താവ് വേർതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ദൈവസഭയിലെ വിശുദ്ധന്മാരാണ്, നീതിമാന്മാരാണ്. ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിൽ ഈ 1000 ആണ്ട് വാഴ്ചയിലെ ദൈവജനത്തെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവരും കർത്താവിനെതിരെ നിൽക്കുന്നവരും. ഹല്ലേലൂയ. ചരിത്രകാരന്മാർ, തിയോളജിയൻസ് പറയുന്നത് അങ്ങനെയാണെന്നാണ്. അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വേദഭാഗം മറ്റൊരിടത്തും ഫുൾഫിൽഡ് ആകുന്നതായിട്ട് ഒരു കാലഘട്ടവും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. സ്വർഗത്തിലല്ല ഇത് ഒരിക്കലും. ഹല്ലേലൂയ.
പ്രൈസ് ഗോഡ്. പിന്നെ ഇതിനുള്ള സാധ്യത എന്ന് പറയുന്നത് മില്ലേനിയൽ കിങ്ഡത്തിൽ മാത്രമാണ്. ഇതായിരിക്കും മില്ലേനിയൽ കിങ്ഡത്തിൽ ആദ്യം സംഭവിക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി എ പീസ്ഫുൾ ടൈം. ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ, അതായത് പിശാചിനാൽ ആദവും ഹൗവയും വഞ്ചിക്കപ്പെട്ടതിന് ശേഷം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് ശേഷമുള്ള കാലഘട്ടം ഒരിക്കലും കണ്ടിട്ടില്ലാത്തവണ്ണം, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തവണ്ണം ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഉള്ള കാലഘട്ടമായിരിക്കും കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച. ആ വചനഭാഗത്തിലേക്ക് ഒന്ന് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളത് ഈ 20-ാം അധ്യായവുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ 1000 ആണ്ട് വാഴ്ചയുടെ പ്രത്യേകത നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 2-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച വചനം: അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. ലോകത്തിലെ സകല ജാതികളും, ഈ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പറയുകയാണ്, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അവരെന്ത് പറഞ്ഞാണ് ചെല്ലുന്നത്? അനേക വംശങ്ങളും ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ, ശ്രദ്ധിച്ചു കേൾക്കണമേ, കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. കാരണം എന്താണെന്നറിയാമോ? കുന്തങ്ങൾ ഇനിയും യുദ്ധത്തിന് ഉപയോഗിക്കുന്നില്ല അവിടെ. അതിനവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ പറമ്പൊക്കെ കിളയ്ക്കുന്നതിന് വേണ്ടിയുള്ള കൊഴുക്കളായിട്ട് ഉപയോഗിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധോപകരണങ്ങളൊക്കെ ഉപയോഗശൂന്യമായി തീരുമെന്ന് അതിന്റെ അർത്ഥം ഈ കാലഘട്ടത്തിൽ. ഇത് ഇപ്പോഴുള്ള കാലഘട്ടത്തെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഒരിക്കലും കുന്തങ്ങൾ ഇങ്ങനെ വാക്കത്തികളാക്കത്തില്ല. കുന്തത്തിന്റെ പ്രയോജനം ഇന്നുണ്ട്. അതുപോലെ വാളുകൾക്ക് വാളുകളുടെ പ്രയോജനം ഇന്നുണ്ട്. അപ്പൊ വാളുകൾക്ക് പ്രയോജനമില്ലാത്ത ഒരു കാലഘട്ടം വരുന്നു. അവർ വാളുകൾ ഉപയോഗിച്ചിട്ട് മണ്ണ് ചകയാനും മണ്ണ് കിളയ്ക്കാനും കളപറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രു സംഹാരമില്ല എന്നതിന്റെ അർത്ഥം. കുന്തങ്ങളെ വാക്കത്തുകളാക്കി അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയില്ല. ഇതേത് കാലഘട്ടത്തെ കുറിച്ചാണ് സഹോദരങ്ങൾ എഴുതിയിരിക്കുന്നത്? ഇന്നുള്ള കാലഘട്ടത്തെ കുറിച്ചല്ല, അന്നത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് മാത്രമല്ല, യാക്കോബ് ഗൃഹമേ വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഇത് പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എന്ന് പറഞ്ഞാൽ യെരൂശലേമിൽ നിന്നുള്ള വെളിച്ചത്തിൽ നടക്കാം. മഹാരാജാവായ കർത്താവ് അവിടെ ഉണ്ട്. ജാതികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും, കാരണം എല്ലാത്തിനും സപ്ലൈ ചെയ്യുവാൻ തക്കവണ്ണം അവനുണ്ട്. അവിടുന്ന് രാജാവും കർത്താവുമാ. അവിടുന്നാണ് ഭരണം നടക്കുന്നത്, ലോകം മുഴുവനും ഭരിക്കുന്നത്. അപ്പോൾ സമാധാനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുന്നോട്ട് പോയി കഴിഞ്ഞ് 11-ാം അധ്യായത്തിലേക്ക് വന്നേ, മൃഗങ്ങളുടെ ആനിമൽ കിങ്ഡം പോലും ചേഞ്ച് ആകുമോ എന്നുള്ളതാ സമാധാനം കൊണ്ട്. 11-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ സഹോദരങ്ങളെ. 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നോഹയുടെ വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള കാലഘട്ടം. ഞാൻ വചനം പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് ചരിത്രകാരന്മാരുടെ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ വെള്ളപ്പൊക്കത്തിന് ശേഷം, നോഹയുടെ കാലഘട്ടത്തിന് ശേഷം, ഇന്ന് നമുക്കറിയാം ഈ മൃഗങ്ങൾ തമ്മിൽ എങ്ങനെയാണെന്നുള്ളത്. പാമ്പിനെ നമുക്ക് നമ്മൾ പാമ്പിന്റെ അടുത്ത് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ വായിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കും. ശ്രദ്ധിച്ചു നോക്കിയേ 1 മുതലുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 11 verses 1 to 10. യെശയ്യാ പ്രവാചനം 11-ന്റെ 1 മുതലുള്ള 10 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണമേ, 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചുള്ള പ്രവചനമാണ് അവിടെ ഇരിക്കുന്നത്. തന്റെ വായ എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും.
നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായ കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടി മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിങ്ങും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇത് സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല എഴുതിയിരിക്കുന്നത്, ഇത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, കരടിയും പോത്തും സിംഹവും അണലിയും ഒന്നും സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂമിയിൽ കർത്താവ് ന്യായം വിധിച്ച് കാണിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മൃഗങ്ങളുടെ കിങ്ഡത്തിൽ പോലും സമാധാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മൃഗങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടത്തില്ലെന്ന്. പുള്ളിപ്പുലിയും ആട്ടുകൊറ്റനും കൂടെ ഒന്നിച്ച് ജീവിക്കുമെന്ന്, സിംഹവും കരടിയും അതുപോലെ തന്നെ പശുക്കളും എല്ലാം കൂടെ ഒന്നിച്ച് മേയുമെന്ന്. സോ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ന്യൂ കിങ്ഡം. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് എ ന്യൂ റെയിനിങ്. ഒരു പുതിയ ഭരണത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കാണുന്നത്. ഇനി നമ്മൾ മുന്നോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ 65-ാമത്തെ അധ്യായത്തിൽ വന്നാൽ ആയുസ്, മനുഷ്യന്റെ ആയുസിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മിലേനിയൽ കിങ്ഡത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. 19 മുതലുള്ള വാക്യങ്ങൾ 65-ന്റെ ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 65 വേഴ്സസ് 19 ഓൺവേർഡ്സ്. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും ഇനി അവിടെ ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സുള്ള പ്രായമുള്ളവനായി മരിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് സ്വർഗത്തെക്കുറിച്ചാണോ എഴുതിയിരിക്കുന്നത്? അല്ല. സ്വർഗത്തിൽ ഒരിക്കലും 100 വയസ്സുള്ളവനായിട്ട് ആരും മരിക്കത്തില്ല. അപ്പോൾ ഭൂമിയിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനി എന്നാ? 1000 ആണ്ട് വാഴ്ചയല്ലാതെ മറ്റൊരു കാലഘട്ടമില്ല. ഹല്ലേലൂയ. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാവിയോ 100 വയസ്സുള്ളവനായാലും ശപിക്കപ്പെട്ടവനായല്ലേ ഉള്ളൂ. താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെയും 25-ാമത്തെ വാക്യം നോക്കിയേ. താഴേക്ക് വായിച്ചു വരുമ്പോൾ, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സി, ദിസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദി മിലേനിയൽ കിങ്ഡം ഓഫ് ഗാഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാജാതിരാജാവായി ഈ ഭൂമിയിൽ ഭരണം സ്ഥാപിക്കുമ്പോൾ നടക്കുന്നതാണ് എന്ന് ഞാൻ പൂർണ്ണമായത് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിലുള്ള സകല ജാതികളും യേശു കർത്താവിനെ അന്ന് നമസ്കരിക്കുമെന്ന്. ഹല്ലേലൂയ, അന്ന് നമസ്കരിക്കുമെന്ന്. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതുകൂടെ പറഞ്ഞ് ദൈവവചനത്തിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സഖരിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കുവാനും കൂടാരപ്പെരുന്നാൾ ആചരിക്കുവാനും ആണ്ടുതോറും വരും. ശ്രദ്ധിക്കണമേ, യേശു കർത്താവിന്റെ മിലേനിയൽ റൂളിൽ എവിടെയാണ് കൂടാരപ്പെരുന്നാൾ? കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിലുള്ളതാണ്, അല്ലെ? കൂടാരപ്പെരുന്നാളും മറ്റ് കർമ്മങ്ങള് അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ സിസ്റ്റംസ് ഒക്കെ പഴയ നിയമത്തിലുള്ളതാണ്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, പഴയ നിയമത്തിൽ നമ്മളിപ്പോൾ ഈ കൂടാരപ്പെരുന്നാളിനെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് കൈ ചൂണ്ടുന്നതാ, അല്ലെ? യേശു കർത്താവിങ്കിലേക്ക് കൈ ചൂണ്ടുന്നതാ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിന് പെരുന്നാൾ ആചരിക്കുമെന്ന്. അതായത് നമ്മൾ കർത്തൃമേശയൊക്കെ അല്ലേ, ലോർഡ്സ് ടേബിളിൽ എന്താ സംഭവിക്കുന്നത്? വരാനുള്ളതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. ലോർഡ്സ് ടേബിൾ, കർത്താവിന്റെ മേശയിൽ കർത്താവ് കഴിഞ്ഞ നാളിൽ ചെയ്തതിനെ ഓർത്താണ് കർത്താവിനെ നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും കർത്താവിനെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. കർത്താവിന്റെ മേശയിൽ കർത്താവിനെ ഓർക്കുന്നത് അങ്ങനെയാണ്. അത് തന്നെ എക്സാക്ട്ലി എവിടെ സംഭവിക്കാൻ പോകുന്നത്? കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് ഓർത്ത് കർത്താവിന് കൂടാരപ്പെരുന്നാൾ ആചരിക്കും എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആരാധിക്കുമെന്നാണ് ചുരുക്കം പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ശ്രദ്ധിച്ചേ, ഭൂമിയിലെ സകല വംശങ്ങളും, 17-ാമത്തെ വാക്യം, ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളെ യഹോവയായ രാജാവിനെ നമസ്കരിക്കുവാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം. അപ്പൊ ഒരു കാര്യം ചിന്തിച്ചേ, സൈന്യങ്ങളുടെ രാജാവ് യെരൂശലേമിൽ വാഴുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്.
ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കുവാൻ യെരുശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാവുകയില്ല. എക്സാക്ട്ലി മിലേനിയൽ കിങ്ഡത്തെ കുറിച്ചാണ്. പിന്നെ ഒരു വാക്കൂടെ അവിടെ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ നോക്കിയാൽ യഹോവ എന്ന വാക്ക് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്. ഇപ്പൊ യേശു എന്ന് പറയുന്ന യഹോവയാണ്. അവർ ലോർഡ് ഈസ് യാഹവേ. അവിടുന്ന് സർവശക്തനായ കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. There is no one like him. 33 വർഷക്കാലം ഈ ഭൂമിയിൽ വന്ന് അവിടുന്ന് മനുഷ്യനായി ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി. പക്ഷേ അവിടുന്ന് സൈന്യം കൂടെ യഹോവയായ ദൈവമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിക്കുവാൻ യെരുശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താഴേക്ക് വായിച്ചു വന്ന് ഞാൻ ആ വാക്യങ്ങളോടൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മിസ്രയീം വംശം വരാത്ത പക്ഷം ഇവിടെ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുക, അവർ വന്നില്ല, അവർക്ക് മഴ കിട്ടത്തില്ല ഭൂമിയിൽ. ഹല്ലേലൂയ. കാരണം ഈ ലോകം മുഴുവനും ഈ രാജാവിനെ ആദരിച്ച് ആരാധിച്ച് ജീവിക്കും. മിസ്രയീം വംശം വരാത്ത പക്ഷം അവർക്കുണ്ടാകുകയില്ല. കൂടാര പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും. കൂടാര പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിസ്രയീമിനുള്ള പാപശിക്ഷയും ഇത് തന്നെ. അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കും. യഹോവയുടെ ആലയത്തിലെ കലങ്ങളിലും യാഗപീഠത്തിനു മുമ്പിലുള്ള കലശങ്ങളിലുമായിരിക്കും. യെരുശലേമിലും യഹൂദയിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. യാഗം കഴിക്കുന്നവരൊക്കെയും വന്ന് വാങ്ങി അവയിൽ വേവിക്കും. അന്നു മുതൽ സൈന്യങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു അശുദ്ധനും ഉണ്ടാകുകയില്ലെന്നാണ് അതിന്റെ അർത്ഥം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതിവിദൂരമല്ലാത്ത ഒരു ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളിത് കേട്ടത്. ഹല്ലേലൂയ. ഈ കേട്ട വചനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പ്രൈസ് ഗോഡ്. ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാലഘട്ടമാണ്. രാജാവായ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യെരുശലേമിൽ തന്നെ രാജ്യം സ്ഥാപിക്കും. യെരുശലേമിൽ കർത്താവ് ഇന്ന് നോക്കി, ഇന്നൊരു കിങ്ഡം എന്ന് പറയുന്നത് രാജാവ് മാത്രമല്ല, രാജാവിൻ്റെ കൂടെ മന്ത്രിമാരുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ ഓഫീസുണ്ട്, അല്ലേ? അത് മാത്രമാണോ? ലോകത്തിലെമ്പാടും എത്രയെത്ര ഓഫീസുകളുണ്ട്, എന്തെല്ലാം സിസ്റ്റംസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അപ്പോൾ കർത്താവ് ഈ ലോകം മുഴുവനും ഭരിക്കണമെങ്കിൽ അനേകായിരങ്ങളെ, ഒരുപക്ഷെ അനേക കോടി സർവീസ്മെനെ ആവശ്യമുണ്ട്, ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവസഭയ്ക്ക് അവിടെ ആവശ്യമുണ്ടാകുമോ? ദൈവസഭയിലെ വിശുദ്ധരായിരിക്കുന്ന ദൈവജനത്തെ കൊണ്ട് കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ ആവശ്യമില്ലാതെ വരുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കർത്താവിനോട് ചേർന്ന് ലോകം ഭരിക്കുമെന്ന്. ഹല്ലേലൂയ. അമേസിംഗ് ലൈഫായിരിക്കും അത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ദൈവകൃപ ആവശ്യമുണ്ട്. പലപ്പോഴും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ ലോജിക്കായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും, ഇത് സംഭവിച്ചേ മതിയാകും. There is no other choice. കർത്താവിൻ്റെ എല്ലാ വചനങ്ങളും വള്ളി പുള്ളി വിടാതെ സംഭവിച്ചേ മതിയാകൂ. അങ്ങനെയെങ്കിൽ അത് സംഭവിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ മറ്റൊരു കാലഘട്ടമില്ല, ഇനി ഒരിക്കലുമില്ല. കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ വേറൊരു കാലഘട്ടമില്ല. പിന്നുള്ള കാലഘട്ടം കർത്താവ് ഈ ഭൂമിയിൽ കർത്താവ് വാസം ചെയ്ത് കർത്താവ് ഭരിച്ച് കാണിക്കുക. ഹല്ലേലൂയ. മുൾമുടി അണിഞ്ഞ് നഗ്നനായി എല്ലാവരാലും അപമാനിക്കപ്പെട്ടവനായി ദാസനായി കഴുതയുടെ മുകളിൽ കയറിയിരുന്ന് എല്ലാവരാലും പരിഹസിക്കപ്പെട്ടവനായവൻ തങ്ക കിരീടവും ചൂടി സർവ്വലോകത്തിൻ്റെയും രാജാവായി ഈ ഭൂമിയിൽ തന്നെ 1000 ആണ്ട് വാണ് കാണിക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് ആ നാളുകൾക്ക് വേണ്ടി ഒരുങ്ങാം. നമ്മുടെ ശ്രേഷ്ഠമേറിയ പ്രത്യാശയാതാ. നമ്മൾ രാജാക്കന്മാരായി വാഴണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പിന്നെയോ നമ്മുടെ കർത്താവ് വാഴുന്നത് നമുക്ക് കാണണം. കർത്താവിനെ നിന്ദിച്ച ഈ ഭൂമിയിൽ, കർത്താവിനെ നിന്ദിച്ച ഈ ലോകത്ത് സർവാധി രാജാവായി നമ്മുടെ കർത്താവ് വാഴുന്നത് നമുക്ക് കാണണം. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. കർത്താവിനെ ഉയർത്തുന്നത് കാണണം. സകല മുഴങ്കാലും അവിടുത്തെ സന്നിധിയിൽ മടങ്ങുന്നത് നമുക്ക് കാണണം. എല്ലാ നാവും യേശു ക്രിസ്തു മാത്രം കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്നത് നമുക്ക് കാണണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, ഈ പ്രകൃതിയൊക്കെയും കർത്താവിനെ കുറിച്ചുള്ള ദുഷ്പേരുകളാ കേൾക്കുന്നത്, അല്ലേ? ചുറ്റുപാടെല്ലാം ഈ കർത്താവിനെ കുറിച്ച് പറയുന്നതൊക്കെ ഈ അന്തരീക്ഷം കാണുകയാണ്, കേൾക്കുകയാണ്, ഈ ലോകം കാണുകയാണ്, കേൾക്കുകയാണ്. അതേ ലോകം തന്നെ, അതേ പ്രകൃതി തന്നെ കർത്താവിനെ വാഴ്ത്തിപ്പാടുന്ന ശബ്ദം കേൾക്കുവാൻ അധികം താമസമില്ല.
പ്രൈസ് ലോർഡ്. കർത്താവിന്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഈ ഭാഗം പറഞ്ഞ് ഞാൻ ഇന്ന് നിർത്തുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ കേൾക്കുവാനായിട്ട്, കർത്താവ് വന്നില്ല എങ്കിൽ കേൾക്കുവാൻ പോകുന്നത് ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വെള്ള സിംഹാസനത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ് അടുത്ത ആഴ്ച നമുക്ക് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുത്രനെ കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ വെളിപ്പാടുകളെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം അപ്പ. അങ്ങയുടെ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവേ, ഈ ലോകത്തിൽ നിന്ന് കുറച്ചുകൂടെ ഞങ്ങൾ അകലുവാൻ തക്കവണ്ണം, അങ്ങയോട് കുറച്ചുകൂടെ അടുക്കുവാൻ തക്കവണ്ണം, ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക്, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക്, ഭയത്തിലായിരിക്കുന്നവർക്ക്, ഈ ലോകത്തിലെ സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് ഒരാശ്വാസം ലഭിപ്പാൻ, ഇത് കുറച്ചു കാലം കൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുവാൻ, അതിനപ്പുറം ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക്, ഞാൻ ഈ അനുഭവിക്കുന്ന പരിഹാസങ്ങൾക്ക്, ഞാൻ ഈ അനുഭവിക്കുന്ന നിന്ദകൾക്ക്, ഞാൻ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഒരു അറുതിയുണ്ടെന്നും അതിനപ്പുറം എന്നെ മാനിക്കുന്ന ഒരു നാള് എൻ്റെ മുമ്പിൽ വരുന്നുവെന്നും ഈ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കർത്താവെ ഞങ്ങളെ അങ്ങ് സഹായിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ ഞങ്ങൾ ഈ നാളുകളിൽ നിന്ദിക്കപ്പെടുന്ന കർത്താവെ, എന്നാൽ എൻ്റെ കർത്താവിനെ പിതാവെ അങ്ങ് മാനിക്കുന്ന നാളിൽ കർത്താവിനോടുകൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടുന്ന് മാനിക്കുവാൻ പോകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ജനത്തിനായിട്ട് സ്തോത്രം കർത്താവെ. അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. സമയം കണ്ടെത്തി ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് ലഭിച്ച പ്രേരണയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഭാവിയിൽ ഈ വചനം ആരെങ്കിലും വീഡിയോയിലൂടെ കേൾക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയങ്ങളെയും അങ്ങയിലേക്ക് കർത്താവ് ചായ്ക്കണമേ അപ്പ. ഈ ഭൂമിയിലെ ക്ഷണികമായിരിക്കുന്നതിൻ്റെ പിന്നാലെ പോകാതെ ഇതൊക്കെ നശിച്ചു പോകാനും ഇല്ലായ്മയാകുവാനുമുള്ളതാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി കാത്തിരിപ്പാനും സ്വയം ഒരുങ്ങുവാനും മറ്റുള്ളവർ ഒരുക്കുവാനും അവരെയും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാണ്. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.